മിക്കപ്പോഴും യൂട്യൂബിൽ പ്രൊമോഷൻ വീഡിയോ അല്ലെങ്കിൽ യൂട്യൂബിൽ കൂടുതലായിട്ട് റെക്കമെൻഡേഷൻ വരുന്ന പ്രോഡക്ട്സ് മേടിച്ചിട്ട് മിക്ക ഉള്ളവർക്കും അത് സ്യൂട്ട് ആവില്ല. എന്താ കാര്യം? എല്ലാവരുടെയും സ്കിൻ ടൈപ്പ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും പ്രോഡക്ട്സ് മേടിച്ചിട്ട് അപ്പോൾ നമ്മൾ റിയലൈസ് ചെയ്യും, അയ്യോ ഇത് എൻ്റെ സ്കിൻ ടൈപ്പിന് ചേരുന്ന പ്രോഡക്റ്റ് അല്ല. അപ്പോൾ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുള്ള ആൾക്കാരായിരിക്കും നമ്മളിൽ പലരും, അല്ലേ? ഇപ്പോഴും ഒരുപാട് പേരുണ്ട് നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് ഇപ്പോഴും നമുക്ക് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ടല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് കണ്ടുപിടിച്ചാലോ? അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തിനാണ് നമ്മുടെ സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ടൈപ്പ് എന്തിനാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ സ്കിൻ ടൈപ്പ് അറിഞ്ഞിട്ട് സ്കിന്നിന് ശരിയായിട്ടുള്ള പ്രോഡക്ട്സ് വെച്ചിട്ട് നമ്മുടെ സ്കിൻ ക്ലിയർ ആൻഡ് ഗ്ലോ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു ജെൻറ്റിൽ ക്ലെൻസർ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഫേസ് വാഷ് വെച്ചിട്ട് നിങ്ങളുടെ ഫേസ് ഒന്ന് നല്ലപോലെ ക്ലെൻസ് ചെയ്യുക. ക്ലെൻസ് ചെയ്തിട്ട് അത് ഒന്ന് പാറ്റ് ഡ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ട് ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 1 അവർ വരെ നിങ്ങളൊന്ന് ജസ്റ്റ് അതുപോലെ തന്നെ ലീവ് ചെയ്ത് വിടുക. ഫേസ് വാഷ് ചെയ്തിട്ട് ഫേസിൽ വേറെ ഒന്നും യൂസ് ആക്കാൻ പാടില്ല. സിറംസോ അല്ലെങ്കിൽ മോയ്സ്ചറൈസറോ വേറെ ഒന്നും ഫേസിലിടാൻ പാടില്ല. വാഷ് ചെയ്ത ഫേസ് അതുപോലെ തന്നെ നിങ്ങളൊരു 1 മണിക്കൂർ വരെ വെച്ചേക്കുക. അപ്പോൾ ഇനി അടുത്ത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് മിറർ ചെക്ക്. അത് നിങ്ങൾ ഫേസ് വാഷ് ചെയ്ത് 1 മണിക്കൂർ വെച്ചിട്ട് അതിനുശേഷം നിങ്ങളൊന്ന് ജസ്റ്റ് മിററിലൊന്ന് നോക്കി നോക്കുക. അങ്ങനെ നോക്കുമ്പം നിങ്ങളുടെ ഫേസ് ഫുള്ള് ഓയിലി അല്ലെങ്കിൽ ഒരു ഷൈനി ആയിട്ട് തിളങ്ങുന്ന രീതിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടേത് ഓയിലി സ്കിന്നാണ്. ഇനി നിങ്ങളുടെ ഫേസ് ഫുള്ളൊരു ടൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു റഫ് ആൻഡ് ഫ്ലേക്കി പോലെയാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ നിങ്ങളുടെ സ്കിൻ ഡ്രൈ ആണ്. ഇനി നിങ്ങൾക്ക് അധികം അങ്ങനെ ഓയിലി അല്ല അല്ലെങ്കിൽ അധികം അങ്ങനെ ഡ്രൈ ആയിട്ടല്ല, ഒരു നോർമലായിട്ട് അധികം ഓയിലി ആയിട്ട് ഷൈനായിട്ട് ഇരിക്കുകയല്ല, ഒരു നോർമലെല്ലാം നോർമലായിട്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടേത് ഒരു നോർമൽ സ്കിന്നാണ്. ഇനി നിങ്ങളുടെ ടീ സോൺ നിങ്ങൾക്ക് ഓയിലി ആയിട്ട് അല്ലെങ്കിൽ ഒരു തിളക്കമുള്ള രീതിയിൽ തോന്നുന്നുണ്ടെങ്കിൽ, അതായത് നെറ്റിയുടെ ഇവിടെയും നോസിൻ്റെ ഇവിടെയും ഒന്ന് ഓയിലി പോലെയും പിന്നെ ഈ ചീക്സ് ഡ്രൈ ആയിട്ട് ഇരിക്കുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ആവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോമ്പിനേഷൻ സ്കിന്നാണ്. ഇനി നിങ്ങളുടെ സ്കിന്നൊന്ന് റെഡ്നെസ് ഫീൽ ചെയ്യുകയാണെങ്കിൽ, ഒന്ന് ഇറിറ്റേറ്റഡ് ആയിട്ടൊന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ, ഒരു ഇച്ചിങ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ സെൻസിറ്റീവ് സ്കിന്നാണ്. ഇപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ഏതാണെന്ന് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല, നിങ്ങളിപ്പോഴും ഒരു അൺഷുവറായിട്ട് ഇരിക്കുകയാണെങ്കിൽ, ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ദി ബ്ലോട്ടിംഗ് പേപ്പർ ടെസ്റ്റ്. അതായത് നിങ്ങളൊരു ടിഷ്യൂ പേപ്പർ എടുക്കുക, എന്നിട്ട് ഫേസ് ഫുള്ളൊന്ന് വൈപ്പ് ചെയ്ത് നോക്കുക. അപ്പോൾ ടിഷ്യൂ പേപ്പർ ഫുള്ള് ഓയിലി ആയിട്ട് അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ഓയിലി സോക്കായിട്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഏതൊരു ഓയിലി സ്കിന്നാണ്. ഇനി നിങ്ങൾ ഫേസ് ഒന്ന് വൈപ്പ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ടിഷ്യൂ പേപ്പറിൽ ഓയിലൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ല, അങ്ങനെയാണെങ്കിൽ ഒരു വേറെ ആയിട്ട് ടിഷ്യൂ പേപ്പറാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇതൊരു ഡ്രൈ സ്കിന്ന്. ഇനി നിങ്ങൾക്ക് വൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ടീ സോൺ നേരത്തെ പറഞ്ഞ പോലെ നെറ്റിയിലും നോസിൽ നിന്ന് മാത്രം നിങ്ങൾക്ക് ഇങ്ങനെ വൈപ്പ് ചെയ്യുമ്പോൾ ഓയിലി ആയിട്ട് നിങ്ങളുടെ ടിഷ്യൂ പേപ്പർ ഫീൽ ആവുന്നുണ്ട്. ചീക്സിൽ വൈപ്പ് ചെയ്യുമ്പോൾ ഓയിലി ആയിട്ട് നിങ്ങളൊന്നും കാണുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഇതൊരു കോമ്പിനേഷൻ സ്കിന്നാണ്. ഇനി നിങ്ങൾ ഫേസ് ഫുള്ള് വൈപ്പ് ചെയ്യുമ്പം അധികം ഒന്നും ഓയിലില്ലാണ്ട് വളരെ കുറച്ച് മാത്രം നോർമലായിട്ടുള്ള ഒരു ഓയിലാണ് നിങ്ങൾക്ക് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ഇതൊരു നോർമൽ സ്കിന്നാണ്. ഇപ്പോൾ ഏകദേശം നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി നിങ്ങളുടെ സ്കിന്നിന് ചേരുന്ന രീതിയിലുള്ള റൈറ്റുള്ള പ്രോഡക്റ്റ്സ് മാത്രം യൂസ് ആക്കാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രം നിങ്ങളുടെ സ്കിൻ കുറച്ച് ക്ലിയർ ആൻഡ് ഗ്ലോയി ആയിട്ട് ഇരിക്കും. അപ്പോൾ ഇപ്പോൾ ഏകദേശം നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത്രയാണ് ഒരു സ്കിൻ ടൈപ്പ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഇതുപോലുള്ള മോർ സ്കിൻ കെയർ ടിപ്സ് വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക.